ഫൈനലി മാസങ്ങളുടെ കാത്തിരിപ്പിന് ശേഷം വൈറ്റ് ഫാക്ഷൻ തിരിച്ചു വന്നിരിക്കുകയാണ്. എന്തായാലും എടുത്തു പറയേണ്ട കാര്യം എന്ന് പറയുന്നത്, ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു ഇന്ന് വരാനുള്ള ചാൻസ് ഇടുന്നു. ഒരു വീഡിയോ ചെയ്യുമ്പോൾ പോലും എനിക്ക് അത്ര ഉറപ്പില്ലായിരുന്നു വരുമെന്ന്. കാരണം ക്ലൂ ഉണ്ട്, QR കോഡ് ഉണ്ട്, എല്ലാം ഇന്നത്തെ ഡേറ്റാണ് സൂചിപ്പിക്കുന്നത്. പക്ഷേ എനിക്കത്ര ഉറപ്പില്ലായിരുന്നു വരും എന്നുള്ള കാര്യം. പക്ഷേ എല്ലായിടത്തും പറയുന്നതുകൊണ്ട് തന്നെ ഞാൻ ആ ഒരു വീഡിയോയിൽ പറഞ്ഞതേ ഉള്ളായിരുന്നുള്ളൂ. പക്ഷേ ഫൈനലി റിട്ടേൺ ചെയ്തിരിക്കുന്നു. നമ്മൾ പറഞ്ഞ പോലെ സംഭവിച്ചിരിക്കുന്നു. നമ്മൾ പറഞ്ഞ പോലെ അല്ല, നമ്മൾ പല എക്സാനിൽ നോക്കിയിട്ടാണ് പറയുന്നത്. എന്തായാലും ആ ഒരു എക്സാനിൽ പറഞ്ഞ പോലെ സംഭവിച്ചിരിക്കുന്നു. അതിന് റിട്ടേൺ ഉണ്ടായിരിക്കുന്നു. എക്സാനിൽ മാത്രമല്ല QR കോഡും WWE നൽകിയിരുന്നു. അതിനകത്തിലും ഇന്നത്തെ ഡേറ്റാണ്. ആ ഒരു കൗണ്ട് ഡൗൺ സ്റ്റാർട്ട് ചെയ്തിരുന്നു. കഴിഞ്ഞ എപ്പിസോഡിൽ ഒരു കൗണ്ട് ഡൗൺ സ്റ്റാർട്ട് ചെയ്തിരുന്നു. സോ അതെല്ലാം കൂടെ കൂട്ടിച്ചേർക്കുമ്പോൾ ഇന്നായിരുന്നു റിട്ടേൺ കാണിച്ചിരുന്നത്. സോ സംഭവിച്ചിരിക്കുകയാണ്. എന്തായാലും വേറെ ലെവലൊരു റിട്ടേൺ എന്ന് തന്നെ പറയാം. എപ്പിസോഡിൻ്റെ അവസാനം ലൈറ്റുകളെല്ലാം പതിയെ അണയുകയാണ്. ആ ഒരു ക്യാമറ നേരെ എൻട്രൻസിലേക്ക് പോകുന്നു. അവിടെയാണൊരു സിസ്റ്റർ ആബിഗേൽ പോലത്തെ ഒരു ക്യാരക്ടർ, എനിക്ക് തോന്നുന്നത് നിക്കി ക്രോസ് ആണെന്ന് തോന്നുന്നു. എന്തായാലും ആ ഒരു സിസ്റ്റർ ആബിഗേൽ പോലത്തെ ക്യാരക്ടറിനെ അവിടെ കാണിക്കുന്നു. ആ ഒരു ലാമ്പ് കൊണ്ട് ആ ഒരു ക്യാരക്ടർ അവിടെ വെക്കുന്നു. എന്നിട്ട് ആ ഒരു ക്യാമറ നേരെ ബാക്ക് സ്റ്റേജിലേക്കാണ് പോകുന്നത്. അവിടെ നമുക്ക് വൈറ്റ് റാബിറ്റ് പോലത്തെ ഒരു ക്യാരക്ടർ കാണാൻ സാധിക്കും. എനിക്ക് തോന്നുന്നത് എറിക് റോവനാണെന്ന് തോന്നുന്നു. അവിടെ അദ്ദേഹം ഒരു ഹാമർ പിടിച്ചുകൊണ്ട് ഇരിപ്പുണ്ട്. ആ ഒരു ഹാമർ എഴുതിയിട്ടുണ്ട് ഹെൽപ്പ് എന്ന് പറഞ്ഞുകൊണ്ട്. പിന്നെ അവിടെ നിന്ന് വീണ്ടും ക്യാമറ അകത്തേക്ക് പോകുന്നു. അവിടെ കുറേ ബോഡീസ് ചത്ത് കിടക്കുന്നത് കാണാൻ സാധിക്കും. അവിടെ ബ്രോൺസ്ട്രോമിനെ കാണാം, ചാഡ് ഗേബിളിനെ കാണാം. അതിനകത്തേക്ക് ചെല്ലുമ്പോൾ അതെല്ലാം കഴിഞ്ഞ് അകത്തേക്ക് ചെല്ലുമ്പോൾ നമുക്കവിടെ അങ്കിൾ ഹൗഡിയെ കാണാൻ സാധിക്കും. അങ്കിൾ ഹൗഡി പെതുക്കെ വെളിയിലേക്ക് വരുന്നു. ഇതിനോട് വേറെ 2 ക്യാരക്ടേഴ്സുണ്ട്. ഒരു ഡോക്ടറിൻ്റെ പോലത്തെ മാസ്ക് വെച്ചൊരു ക്യാരക്ടർ, മറ്റൊരു ക്യാരക്ടറും. എന്തായാലും അവരുടെയൊക്കെ പേരെന്താണെന്ന് നമുക്ക് പിന്നീട് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. അല്ലെങ്കിൽ ഇന്ന് കുറച്ച് നേരം കഴിയുമ്പോൾ നമുക്ക് ആ ഒരു പേരൊക്കെ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കുമായിരിക്കും. പിന്നെ അതാരാണെന്നും. പിന്നെ അവരെല്ലാം കൂടി വെളിയിലേക്ക് വരികയാണ്. നമ്മുടെ ആ ഒരു സിസ്റ്റർ ആബിഗേൽ ക്യാരക്ടർ നിൽക്കുന്ന ആ ഒരു സ്ഥലത്തേക്ക്. എന്നിട്ട് അവർ 5 പേരോട് ഒരുമിച്ച് ഇരിക്കുന്നു. എന്നിട്ട് അവർ ലാമ്പ് അണയ്ക്കുന്നു. സോ അതോടുകൂടി എപ്പിസോഡ് അവസാനിക്കുകയാണ്. സോ ഒരു വേറെ ലെവൽ റിട്ടേൺ എന്ന് തന്നെ പറയാം. കൂടാതെ ഒരു ബ്രേവ് വൈറ്റിന് ട്രിബ്യൂട്ട് പോലത്തെ ഒരു റിട്ടേണും പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇതിനെ ഒരു റിട്ടേൺ എന്ന് പറയാൻ സാധിക്കുന്നില്ല. ഇതിലെ പല ക്യാരക്ടേഴ്സിൻ്റെയും അതായത് ജീവനോടുള്ളൊരു ഡെബ്യൂ ആണെന്നാണ് എനിക്ക് തോന്നുന്നത് WWE. സോ എന്തായാലും ഇതൊക്കെ വേറെ ലെവലിലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ WWE വേറെ ലെവലാകും. കാരണം നമുക്കറിയാം കുറേ നാളായിട്ട് ഡാർക്ക് ക്യാരക്ടേഴ്സൊന്നും WWE ഇല്ലായിരുന്നു. എന്തായാലും ഇതിനെ എങ്ങനെ ഉപയോഗിക്കുന്നു എന്ന് നമുക്ക് കണ്ടു തന്നെ അറിയണം. ഒരു സമയത്ത് കെയിൻ, ബൂഗിമാൻ ഇവരൊക്കെ കൊണ്ടുവന്ന ഒരു ഇമ്പാക്റ്റ് എന്താ പറയുക, ഈ ഒരു അങ്കിൾ ഹൗഡി എന്ന് പറയുന്ന ആ ഒരു ഫാക്ഷന് കൊണ്ടുവരാൻ സാധിക്കും. അങ്കിൾ ഹൗഡിയുടെ കൂട്ടുകാർക്കും കൊണ്ടുവരാൻ സാധിക്കുമോ എന്ന് നമുക്ക് കണ്ടു തന്നെ അറിയണം. എന്തായാലും ഇന്നത്തെ എപ്പിസോഡിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായവും അതുപോലെ തന്നെ അങ്കിൾ ഹൗഡിയുടെ റിട്ടേണും വൈറ്റ് ഫാക്ഷൻ റിട്ടേണും ഇതുമായിട്ട് ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ തീർച്ചയായിട്ടും ഒന്ന് പറയുക.